കാമരാജിലൂടെ കോൺഗ്രസ് തലയുയർത്തി നിന്നിരുന്ന തമിഴ്നാട് ഇപ്പോൾ ആ തമിഴ്നാട്ടിൽ മഷിയിട്ട് നോക്കാൻ പോലുമില്ലാത്ത പാർട്ടി എന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോവുകയാണോ കോൺഗ്രസ് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. BJP വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ മേൽക്കൈ ഇപ്പോൾ BJPക്കുമല്ല എന്ന വാർത്തകളും സൂചനകളുമാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ ADMK, DMK, BJP, കോൺഗ്രസ് അങ്ങനെ നിരവധി പാർട്ടികളൊക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലുമായിരുന്നു തമിഴക വെട്രിക്കഴകം എന്ന TVKയുടെ വളർച്ച ഉണ്ടായത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ DMKയും TVKയും തമ്മിലാണ് പോരാട്ടം എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. BJPക്കും കോൺഗ്രസിനും അവിടെ കാര്യമായ രീതിയിലുള്ള ജനസ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. ആകെ തമിഴ്നാട്ടിലേക്ക് BJPക്ക് കൈയെടുത്താൻ കഴിയുന്നത് കേന്ദ്രത്തിലൂടെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും വിജയ് ആഞ്ഞടിക്കുകയാണ്. DMK മാത്രമാണ് താൻ പ്രധാന എതിരാളിയായി കാണുന്നത് എന്ന തരത്തിലേക്കാണ് വിജയുടെ പ്രതികരണം വന്നത്. തമിഴക വെട്രിക്കഴകത്തിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ചെന്നൈയിലെ തിരുവാൻമിയൂരിൽ പാർട്ടിയുടെ ആദ്യ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ച നടൻ വിജയ് കേന്ദ്ര സർക്കാരിൻ്റെ ത്രിഭാഷാ നയം, മണ്ഡല പുനർനിർണയം, ജാതി സർവേ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ നിലപാടറിയിച്ച് TVK 17 പ്രമേയങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാകുമെന്ന് ആരോപിച്ച് കേന്ദ്രത്തിൻ്റെ വഖഫ് ബില്ലിനെതിരെ TVK പ്രമേയത്തിലൂടെ കടുത്ത എതിർപ്പറിയിച്ചു. ബില്ല് പിൻവലിക്കണമെന്ന് TVK ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിൻ്റെ ത്രിഭാഷാ നയത്തെ വിമർശിച്ച TVK ദ്വിഭാഷാ നയത്തിന് പിന്തുണ ആവർത്തിച്ചു. മണ്ഡല പുനർനിർണയം നടപ്പാക്കുവാനുള്ള നീക്കത്തെ TVK അപലപിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സഭയിലെ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്താതിരിക്കാനായി നിലവിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകരുതെന്ന് പാർട്ടി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം DMKയും TVKയും തമ്മിലാണെന്ന് TVK അധ്യക്ഷൻ വിജയ് പറഞ്ഞു. രാഷ്ട്രീയമെന്നാൽ സംസ്ഥാനത്തെ ഓരോ കുടുംബത്തെയും പരിപാലിക്കുക എന്നതാണ്. അത് ഒരു കുടുംബത്തെ മാത്രം പരിപാലിക്കുന്നതാണോ എന്ന് DMKയെ ഉന്നമിട്ട വിജയ് ചോദിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ പേരെടുത്ത് വിജയ് വിമർശിച്ചു. കേന്ദ്രത്തിലെ BJP സർക്കാർ ഫാസിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സർക്കാർ എന്താണെന്നായിരുന്നു വിജയുടെ ചോദ്യം. തമിഴ്നാട് സാമൂഹ്യനീതിയുടെയും സാമുദായിക ഐക്യത്തിൻ്റെയും നാടാണ്. ഈ ഭൂമി ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരാണ് നമ്മുടെ ഭൂമിയെ നാം സംരക്ഷിക്കേണ്ടത്. തമിഴ്നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ DMKയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. DMK ഭരണം ശരിയായിരുന്നെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാകുമായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയുമില്ല. അടുത്ത വർഷം സ്ത്രീകൾ DMKയുടെ ഭരണം അവസാനിപ്പിക്കുമെന്നും വിജയ് അഭിപ്രായപ്പെട്ടു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ DMK ശ്രദ്ധിക്കുന്നില്ലെന്നും വിജയ് ആരോപിച്ചു. DMKക്ക് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസുമായി സഖ്യമുള്ളതെന്നും കൊള്ളയടിക്കാൻ BJPയുമായി രഹസ്യ സഖ്യമുണ്ടെന്നും വിജയ് ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തിനാണ് തമിഴ്നാടിനോടും അലർജിയെന്നും വിജയ് ചോദിച്ചു. കേന്ദ്രം തമിഴ്നാട്ടിൽ നിന്ന് GST ഈടാക്കുന്നുണ്ട്, പക്ഷേ സംസ്ഥാനത്തിന് സമഗ്ര ശിക്ഷാ ഫണ്ട് നൽകുന്നില്ല. ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നു. മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ പാർലമെന്റിൽ സംസ്ഥാനത്തിന്റെ പ്രാതിനിധ്യം കുറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും വിജയ് ആരോപിച്ചു. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിജയിയെ സംബന്ധിച്ച നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയും DMKക്കെതിരെയും ശക്തമായ രീതിയിൽ പ്രതികരിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അദ്ദേഹം സ്വാഭാവികമായും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇനി അങ്ങോട്ടുള്ള വിജയുടെ പാർട്ടിയുടെയും നീക്കം എങ്ങനെയാണ് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്.